ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം 2013 പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞ 63 ആയിരുന്നുവെങ്കിൽ അത് ഇന്ന് 111ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹാപ്പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. അതിനടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാക്ഷി മാലിക്കിനെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. 2014 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയതും അതുപോലെ തന്നെ റിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ സാക്ഷി മാലിക് എന്തുകൊണ്ടാണ് ഐ ക്വിറ്റ് റെസ്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ രാജ്യത്തിനകത്ത് പറയേണ്ടതായി വന്നിട്ടുള്ളത്? അതുപോലെ തന്നെയാണ് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം ഈ ഇന്ത്യക്കകത്തുള്ളത്. അതുപോലെ തന്നെ ആ മണിപ്പൂർ വിഷയത്തിൽ മോദി എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? മണിപ്പൂരിനകത്ത് 1993 മുതൽ ഈ നടക്കുന്ന ഓരോ വംശീയ കലാപങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോന്നിട്ടും അവിടെ വംശീയ കലാപങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ബിഷപ്പായിട്ടുള്ള മണിപ്പൂരിന്റെ ചാർജുള്ള ക്രിസ്ത്യൻ ബിഷപ്പായിട്ടുള്ള ഒസ്വാളിന്റെ ആ വാക്കുകളാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? കർദിനാൾമാർ പറയുന്നതാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? അത് ദേശാഭിമാനി പറയുന്നതാണോ അംഗീകരിക്കുന്നത്? ആദ്യം തീരുമാനിക്കാം. രണ്ട്, നരേന്ദ്രമോദി അല്ല പോകേണ്ടത്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കൃത്യമായിട്ടുള്ള ആഭ്യന്തര മന്ത്രി 15 ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന വംശീയ ഹത്യക്കെതിരെ കലാപത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. പാലാ ബിഷപ്പിനെ ആക്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ല. പൂഞ്ഞാറിൽ ആക്രമണം നടത്തി നിങ്ങൾ അറിഞ്ഞില്ല. ജോസഫ് മാഷിനെ കൈവെട്ടിയത് നിങ്ങൾ അറിഞ്ഞില്ല. പാലയിൽ കരോളിനെ തടഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ മണിപ്പൂരിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആ ഇന്ത്യയുടെ ഭാഗത്തേക്ക് എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നില്ല? ശരി, ഉത്തരം. കട്ടപ്പനയിലെ പൊതുയോഗത്തിൽ സഖാവ് പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായവർക്ക് വോട്ട് കൊടുക്കണം, രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഈ രണ്ടുപേരെ ഇവിടെ കൊണ്ട് വേഷം കെടുത്ത് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്? കാണൂല്ലേ നിങ്ങൾക്ക്? കാണൂല്ലേ? ഒറ്റയ്ക്ക് മത്സരിക്ക്. BJP-ക്കെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ച് കാണിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്, ഈ രാജ്യം ആര് ഭരിക്കുന്നത്, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇവര് പറഞ്ഞു 400 സീറ്റ്, BJP പറഞ്ഞത് 400 സീറ്റ്. ഇവർക്കാകെ വിളിക്കാൻ ഒരു മുദ്രാവാക്യമുള്ളൂ മോഡി. അല്ലാതെ ഈ രാജ്യത്തെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ഇവിടെ വിലക്കയറ്റത്തെ പറ്റി പറയണോ? അതിനെപ്പറ്റി നിങ്ങൾ മിണ്ടില്ല. വിലക്കയറ്റത്തെ പറ്റി ഇവര് സംസാരിക്കില്ല. തൊഴിലില്ലായ്മയെ പറ്റി ഇവര് സംസാരിക്കില്ല. ഈ രാജ്യത്തിന് തൊഴിലില്ലായ്മ ഇരട്ടിയായിരിക്കുന്നു. എന്തേ മിണ്ടാത്തത്? നരേന്ദ്രമോദി വള്ളിനിക്കറട്ട് നടക്കുമ്പോഴേ ഈ രാജ്യത്തിന് ഭരണഘടന